Good morning, dear students. Today we will discuss about hypertension. Hypertension പറ്റി കേട്ടിട്ടുണ്ടാവും. Hypertension or increase in blood pressure ആ കണ്ടീഷനാണ് നമ്മൾ hypertension എന്ന് പറയുന്നത്. Hypotension എന്ന് പറഞ്ഞാൽ decreased blood pressure. Hypertension means increased blood pressure. Okay. So hypertension has been called a silent killer. Because it causes damage to the body with no symptoms. അതായത് ഇതിൻ്റെ ടാർജറ്റ് ഓർഗൻസിന് ഇത് ഡാമേജ് ചെയ്യും. കാര്യം ബ്ലഡ് പോകുന്ന ഓർഗൻസിലൊക്കെ ഇത് ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാക്കാനുള്ള കാരണം. അതായത് ബ്ലഡ് ഫ്ലോ കുറയും. ഹൈപ്പർ ടെൻഷൻ ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ ടു ദി ടാർജറ്റ് ഓർഗൻസ് സച്ച് ആസ് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കും. ദെൻ കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എ ക്രോണിക് ഹൈപ്പർടെൻസീവ് പേഷ്യൻ്റ് ആർ മോർ ലയബിൾ ടു കിഡ്നി ഫെയിലിയർ ഓർ റീനൽ ഫെയിലിയർ ഉള്ള കണ്ടീഷൻ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ്, ദാറ്റ് ഈസ് അഞ്ചൈന, അങ്ങനെയുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ദെൻ ഇൻ സിവിയർ കേസസ് ഇറ്റ് മേ ലീഡ്സ് ടു ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, ഉള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സൈലൻറ്റ് കില്ലർ. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ ഹൈപ്പർ ടെൻഷൻ വളരെ കുറവായിരിക്കും. മോസ്റ്റ്ലി ഇറ്റ് മേ കോസ് സം മൈഗ്രെയിൻ ഓർ ഹെഡ് ഏക്ക്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസ് മാത്രമേ ഉണ്ടാകുള്ളൂ. അതും ഒരു രാത്രി നമ്മളിപ്പോൾ നൈറ്റ് ഔട്ടായിട്ട് ഇരുന്നാൽ മാത്രമേ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നോർമലി ഹൈപ്പർ ടെൻഷൻ വിൽ ബി ഓൾവേസ് ബി അസിംപ്റ്റോമാറ്റിക് എന്നുള്ളൊരു കണ്ടീഷനിലോട്ടാണ് വരുന്നത് ഹൈപ്പർ ടെൻഷൻ, അല്ലേ? അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അൺട്രീറ്റഡ് ആയിട്ട് കുറേ കാലം അത് ക്രോണിക് ആയിട്ടുള്ളൊരു ഹൈപ്പർടെൻസീവ് സ്റ്റേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് മേ ലീഡ്സ് ടു സം ഓർഗൻ ഡാമേജ്. ഓക്കെ, അതാണ് ഇതിൻ്റെ മേജർ കോംപ്ലിക്കേഷൻസ്. അതുകൊണ്ടാണ് ഹൈപ്പർടെൻഷൻ നമ്മളിവിടെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ പിന്നെ ഇത് സ്ട്രോക്ക് ഉണ്ടാക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാക്കാനും വളരെ ചാൻസ് കൂടുതലാണ്. സോ ഹൈപ്പർടെൻഷൻ മെയിൻലി പ്രൈമറി ഹൈപ്പർടെൻഷൻ, സെക്കൻഡറി ഹൈപ്പർടെൻഷൻ. പ്രൈമറി ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി കോസ്, അതിനാണ് നമ്മൾ പ്രൈമറി ഹൈപ്പർടെൻഷൻ. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എ സ്പെസിഫിക് കോസ് ഉണ്ടാവും അതിന്, സെക്കൻഡറി ടു എനി അതർ ഡിസീസ് ഓർ ഡ്രഗ്സ് ഓർ കെമിക്കൽസ് വാട്ട് എവർ. ഓക്കെ, അങ്ങനെയുള്ളതിന് നമ്മൾ സെക്കൻഡറി ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. ദെൻ അനദർ ടൈപ്പ് ഓഫ് ഹൈപ്പർടെൻഷൻ ആണ് ജസ്റ്റേഷണൽ ഹൈപ്പർടെൻഷൻ, ദാറ്റ് ഈസ് ഹൈപ്പർടെൻഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി. ഓക്കെ, ഇങ്ങനെയുള്ള വേരിയസ് കണ്ടീഷൻസ് ആർ ദെയർ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ഇറ്റ്സ് ഡെഫിനിഷൻ. ഓക്കെ, ഹൗ this hypertension is defined. Actually, according to WHO guidelines, a hypertension is a condition which is a sustained elevation of BP, a sustained elevation of blood pressure, that is a systolic blood pressure of greater than or equal to 140 mmHg and diastolic blood pressure of greater than or equal to 90 mmHg. ആ കണ്ടീഷനെയാണ് നമ്മൾ what we called this hypertension എന്ന് പറയുന്നത്. Okay, so hypertension is a sustained elevation of BP, that is a elevation of systolic blood pressure, that is greater than or equal to 140 mmHg and diastolic blood pressure may come to greater than or equal to 90 mmHg. ആ കണ്ടീഷനാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ. ദെൻ ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇറ്റ്സ് ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ക്ലാസിഫിക്കേഷൻ വെച്ചാണ് ഡയബറ്റീസ് അല്ല, ഹൈപ്പർ ടെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, so treatment for hypertension is planned based on this classification. ഇവിടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് 4 categories ആണുള്ളത്. that is based on the blood pressure തന്നെയാണ് 4 categories. that is a normal person, pre-hypertensive patient, stage 1 hypertension and stage 2 hypertension. okay, so normal, pre-hypertension, stage 1 hypertension and stage 2 hypertension. The case of normal individual and normal BP, normal blood pressure, it should be less than 120. Systolic blood pressure should be less than 120 ആയിരിക്കണം. Diastolic blood pressure always should be less than 80. അതാണ് നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ JNC7 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? JNC7 ക്ലാസിഫിക്കേഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, സോ നോർമൽ കേസിലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 120 mmHg സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഷുഡ് ബി ലെസ് ദാൻ 80 millimeter of mercury. Okay, if the systolic blood pressure is between 120 to 139 and diastolic between 80 to 89, then this condition is called pre-hypertension. Okay, pre-hypertension എന്നാണ് പറയുന്നത് നമ്മൾ. Okay, so if systolic blood pressure is between 120 to 139 and diastolic 80 to 89 ആണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ pre-hypertension എന്ന് പറയും. Okay, then next two conditions, that is stage 1 and stage 2. ഇതാണ് നമ്മുടെ തെറാപ്യൂട്ടിക് ഇമ്പോർട്ടൻസ് ഉള്ള ഈ രണ്ട് കേസുകളാണ് നമ്മൾ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരിക, ഫാർമക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് വേണ്ടി വരിക. ഈ പ്രീ ടെൻഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഡയറ്റ് ആൻഡ് എക്സസൈസ് കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 മോസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ നീഡ്സ് എ ഫാർമക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ, ദാറ്റ് ഈസ് ഡ്രഗ്സ് വേണ്ടി വരും. സോ സ്റ്റേജ് 1-ലാണെങ്കിൽ the systolic blood pressure between 140 to 159 and diastolic 90 to 99 അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നീഡ്സ് ഡ്രഗ്സ് ടു കൺട്രോൾ BP. സ്റ്റേജ് 2 ഇറ്റ്സ് വെരി സിവിയർ. ഓക്കെ, സ്റ്റേജ് 2-ലാണെങ്കിൽ നമുക്ക് മോണോതെറാപ്പി പോരാ, അപ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് തെറാപ്പി വേണ്ടി വരും. ഓക്കെ, സോ സ്റ്റേജ് 2 systolic blood pressure is greater than 160 mmHg and diastolic blood pressure greater than 100 mmHg. ഇതിൻ്റെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ needs a combination therapy. Okay, so these are the various classifications of BP. Next we are moving on to various types of hypertension. That is mainly two types of hypertensions are there. That is primary hypertension. പ്രൈമറി ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എ പർട്ടിക്കുലർ അണ്ടർലൈങ് കോസ്. ഓക്കെ, ഒരു പ്രത്യേക അണ്ടർലൈങ് കോസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ആ ടൈപ്പ് ഓഫ് നമ്മൾ നോർമലി എല്ലാവർക്കും വരുന്ന ഹൈപ്പർടെൻഷൻ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ 40 above. ഇപ്പോൾ നോർമലി 40 above ആണ്, പണ്ട് 45-50 ആയിരുന്നു. ഇപ്പോൾ നോർമലി ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം 30 above തന്നെ വന്നു തുടങ്ങി. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് എത്തി. എന്നാലും നമുക്ക് 40 എന്ന് പറയാം. ഓക്കെ, 40 above ഏജുള്ള ഒരാൾക്ക് നോർമലി ഒരു BP നോർമൽ എക്സസൈസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ചാൻസസ് ഓഫ് ദിസ് കണ്ടീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ നോർമലി ഉണ്ടാവും. എക്സസൈസും ആവശ്യത്തിലധികം നോൺ വെജും കഴിക്കുന്ന ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഒരാൾക്ക് നോർമലി വരും. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈമറി ഹൈപ്പർടെൻഷൻ വിത്തൗട്ട് particular underlying cause. Okay, so normally 93 to 95% of hypertension is primary hypertension in the class level. Okay, 93 to 95% of hypertension comes under this primary hypertension. Then secondary hypertension is caused by some other underlying conditions. Okay, എന്തെങ്കിലും ഒരു underlying conditions, either disease, ഏതെങ്കിലും ഒരു ഓർഗൻ ഡിസീസ് ദാറ്റ് മേ ലീഡ്സ് ടു ഹൈപ്പർടെൻഷൻ ഓർ എനി ഡ്രഗ്സ് മേ ഇൻഡ്യൂസസ് ഹൈപ്പർടെൻഷൻ. ഇങ്ങനെയുള്ള കണ്ടീഷൻസിനാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർടെൻഷൻ. ദാറ്റ് ഈസ് ഹൈപ്പർടെൻഷൻ ഈസ് കോസ്ഡ് ബൈ എ പർട്ടിക്കുലർ അണ്ടർലൈങ് കണ്ടീഷൻ ഓർ അണ്ടർലൈങ് കോസ്. ഓക്കെ, ദാറ്റ് മേ ഈ കോസസ് എന്ന് പറഞ്ഞാൽ either റീനൽ കോസ് ഡ്യൂ ടു കിഡ്നി പ്രോബ്ലം കൊണ്ട് ഹൈപ്പർടെൻഷൻ ഉണ്ടാവും, റീനൽ കോസസ്. ദെൻ എൻഡോക്രൈൻ കോസസ്, ദാറ്റ് ഈസ് എൻഡോക്രൈൻ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മേ ലീഡ്സ് ടു, ദാറ്റ് ഈസ് എക്സാമ്പിളിന് ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയും. ഫിയോക്രോമോസൈറ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ട്യൂമർ ഇൻ അഡ്രിനൽ ഗ്ലാൻഡ്. അതിനാണ് നമ്മൾ പറയുന്ന പേരാണ് ഫിയോക്രോമോസൈറ്റോമ. ദാറ്റ് മേ ലീഡ്സ് ടു എക്സസ് സെക്രീഷൻ ഓഫ് അഡ്രിനാലിൻ. നോർമലി നമുക്കറിയാം വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കി BP കൂട്ടും. ഓക്കെ, പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, അങ്ങനെ BP കൂടും അല്ലേ. ഇപ്പോൾ ഫിയോക്രോമോസൈറ്റോമ എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അൾഡോസ്റ്റിറോണിസം. ഓക്കെ, പ്രൈമറി അൾഡോസ്റ്റിറോണിസം എന്ന് പറഞ്ഞാൽ ഓർ മിനറലോകോർട്ടിക്കോയിഡ്സിനാണ് നമ്മൾ അൾഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ.
that will increase the sodium retention in blood. ബ്ലഡിനകത്ത് സോഡിയം റിട്ടൻഷൻ കൂട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? സോഡിയം റിട്ടൻഷൻ കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് വോളിയം കൂടും, ബി പി കൂടും. ഓക്കെ, അങ്ങനെ വരാം. പിന്നെ കുഷിംഗ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഫ്രം അഡ്രിനൽ കോർട്ടക്സ്. ആ കണ്ടീഷനാണ് നമ്മൾ കുഷിംഗ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഓൾസോ ഇൻക്രീസസ് ബി പി. ഓക്കെ, these are the endocrine causes. Then oral contraceptives, steroids ആണ് മിക്ക, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഓറൽ it also increases BP. Okay, then hyperthyroidism, sleep apnea disorder, acute stressful condition, drugs like glucocorticoids, this all increases BP. Okay, elevation causes results in elevation of BP. Then another classification is hypertension during pregnancy. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ കണ്ടീഷൻ നമ്മൾ പറയുന്നത് gestational hypertension എന്ന് പറയും. Gestational hypertension, normally two types are there: pre-eclampsia and eclampsia. Pre-eclampsia എന്ന് പറഞ്ഞാൽ mild, that is elevation in blood pressure during the early stages of pregnancy. അതിനാണ് നമ്മൾ പറയുന്നത് pre-eclampsia എന്ന് പറയുന്നത്. ഓക്കെ, elevation in blood pressure during early trimester, ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള ഒരു ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രീ എക്ലാംസിയ എലിവേഷൻ സിവിയർ ആയി കഴിഞ്ഞാൽ ആ കണ്ടീഷനാണ് നമ്മൾ പറയുന്നത് എക്ലാംസിയ. ഓക്കെ, ദാറ്റ് ഈസ് വെരി സിവിയർ elevation in BP that may leads to seizures during pregnancy. ആ കണ്ടീഷനെയാണ് നമ്മൾ എക്ലാംസിയ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രീ എക്ലാംസിയും എക്ലാംസിയും നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ആണ് ഐദർ മീഥൈൽ ഡോപ്പ ഓർ ലാബെറ്റലോൾ. ഈ രണ്ട് ഡ്രഗ്സ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രീ എക്ലാംസിയ ആൻഡ് എക്ലാംസിയ. ഓക്കെ, ഈ രണ്ട് പ്രീ എക്ലാംസിയും എക്ലാംസിയും എ type of gestational hypertension, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, eclampsia is the severe form of gestational hypertension that may leads to seizure. Okay, then another condition, pulmonary hypertension, that is the elevation in BP in pulmonary vein or artery. ആ കണ്ടീഷനാണ് നമ്മൾ pulmonary hypertension എന്ന് പറയുന്നത്. Then another hypertension, malignant hypertension. Malignant hypertension എന്ന് പറഞ്ഞാൽ extremely high blood pressure that develops rapidly and cause organ damage. അതായത് abrupt and rapid severe elevation in BP that leads to organ damage. Okay, ഇവിടെ BP may elevate to 180/120, that is systolic may reach up to 180 mmHg and diastolic may reach up to 120 millimeter of mercury. Okay, that is a severe elevation in BP. Okay, these are the various classification, different types of blood pressure. Okay, the next the factors that affecting hypertension. Okay, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹൈപ്പർടെൻഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ ഹാർട്ട് റേറ്റ് കൂടിയ ബ്ലഡ് പ്രഷർ നോർമലി കൂടും. ഓക്കെ, ദെൻ SNS ആൻഡ് PNS. ഓക്കെ, sympathetic nervous system, overactivity of the sympathetic nervous system and inactivation of the PNS, that is parasympathetic nervous system, also leads to increase in BP. Okay, then vasoconstriction BP increase ചെയ്യും, peripheral resistance കൂടും, അങ്ങനെ BP increase ചെയ്യും. then fluid volume, അതായത് ബ്ലഡിനകത്ത് ബ്ലഡ് വോളിയം കൂടുക. ഓക്കെ, വാട്ടർ റിറ്റൻഷനോ സോഡിയം റിറ്റൻഷനോ കൂടി ബ്ലഡ് വോളിയം കൂടി കഴിഞ്ഞാലും BP ഇൻക്രീസ് ചെയ്യും. പിന്നെ റെനിൻ ആൻജിയോടെൻസിൻ അൽഡോസ്റ്റിറോൺ സിസ്റ്റം നിങ്ങൾ റാസ് എന്ന് പഠിച്ചിട്ടുണ്ടാവും പണ്ട്. BP കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റെനിൻ ആൻജിയോടെൻസിൻ അൽഡോസ്റ്റിറോൺ സിസ്റ്റം. ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നൊരു ഹോർമോണുണ്ട്. ദാറ്റ് വിൽ എന്താ ചെയ്യുന്നത്? ആൻജിയോടെൻസിൻ 2 എന്താ ചെയ്യുന്നത്? കോസസ് കൺസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് വെസൽ, വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക, അങ്ങനെ BP കൂട്ടും. പിന്നെ അൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ മിനറൽ കോർട്ടിക്കോയിഡ് ആണ്. ദാറ്റ് വിൽ ഇൻഡ്യൂസസ് സോഡിയം റിറ്റൻഷൻ, അങ്ങനെ ബ്ലഡ് വോളിയം കൂടി BP കൂടും. ഓക്കെ, ADH ഈസ് ആൻറ്റിഡയോട്ടിക് ഹോർമോൺ, that will decreases the excretion of water through kidney. അങ്ങനെയാണ് നമ്മൾ വാട്ടർ റീഅബ്സോർപ്ഷൻ, അത് ബ്ലഡിലോട്ട് കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ that will increases the blood volume and thereby increases BP. ഇതിൻ്റെ മെക്കാനിസം ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, ഐദർ ഇൻ പാത്തോഫിസിയോളജി ഓർ
ദിസ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ. ഓക്കെ, അറിയാമെന്ന് തോന്നുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് hypertension. അതിനകത്ത് ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ദെൻ what we called chemical factors. നിങ്ങൾ നോക്കിയാൽ മതി, ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഫിസിക്കൽ ഫാക്ടേഴ്സ്, chemical factors, okay, due to some chemicals. Then the individual factors, that is host factors എന്ന് പറയും. ഹെറിഡിറ്ററി ഒരു ഫാക്ടറാണ്. അതായത് വീട്ടുകാർക്കാർക്കെങ്കിലും ബി പി ഉണ്ടെങ്കിലും നോർമലി വരും. പിന്നെ ബോഡി ബിൽഡ്, ഓക്കെ, ബൾക്കി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, ഒബേസ് ഓർ ബൾക്കി അങ്ങനെയുള്ള പേഴ്സൺ ആണെങ്കിൽ ചാൻസസ് ആർ മോർ. ആൻഡ് പേഴ്സണാലിറ്റി സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ്, ഓക്കെ, ദാറ്റ് വിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനുള്ള ആൾക്കാർക്കാണെങ്കിലും ബി പി ഉണ്ടാക്കും. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലാണ് സ്ട്രെസ്സ്, പിന്നെ വാട്ട് വി കോൾ ഇത് ഫുഡ് ഹാബിറ്റ്, പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ് അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വരികയാണെങ്കിൽ ബി പി ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ദെൻ ഇറ്റ്സ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ദാറ്റ് ഈസ് ഹൗ ഇറ്റ്സ് ക്ലിനിക്കലി മാനിഫെസ്റ്റഡ്. സിംറ്റംസ്, മോസ്റ്റ് ഓഫ് ദി കേസസ് ബി പി ഈസ് അസിംറ്റോമാറ്റിക് ആയിരിക്കും. പിന്നെ പേഷ്യൻ്റ് മേ ഷോ സം ഡിസിനസ്, പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റിനാണ് നമ്മൾ പാൽപിറ്റേഷൻ എന്ന് പറയുന്നത്. ഡിസ്നിയ, സഫോക്കേഷൻ, അത് ബ്രീത്ത്ലെസ്നെസ്. പിന്നെ ഞാൻ പറഞ്ഞ ഹെഡ് ഏക്ക് ഇസ് അനദർ മേജർ സൈൻസ് ആണ്. പിന്നെ ഇൻ സിവിയർ കേസസ് ഇറ്റ് മേ അഫക്ട്സ് ദി ടാർജറ്റ് ഓർഗൻ. അപ്പോൾ ടാർജറ്റ് ഓർഗൻസിൽ വല്ല ഹാർട്ടിലാണ് അഫക്റ്റ് ചെയ്യണമെങ്കിൽ ഹാർട്ടിന് പല പ്രോബ്ലംസ് ഉണ്ടാക്കും. ഹാർട്ട് റേറ്റ് കൂടും, പിന്നെ പെയിൻ, MI അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർഗൻ ഡാമേജ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ കോംപ്ലിക്കേഷൻസ്. ഹൈപ്പർ ടെൻഷൻ കൊണ്ടുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർഗൻ, വിച്ച് ഓർഗൻ ഈസ് അഫക്റ്റഡ് എന്നുള്ളത് വെച്ചാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ പറയുന്നത്. ഹാർട്ടിനാണ് അഫക്റ്റ് ചെയ്യണമെങ്കിൽ മേ ഇൻഡ്യൂസസ് കൊറോണറി ആർട്ടറി ഡിസീസ്, CAD എന്ന് പറയും. ഓക്കെ, കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാക്കാം. ദെൻ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോയെന്ന് കാണും മിക്കവാറും. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഉണ്ടാവും. ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസമാണ്. ഓക്കെ, ബി പി കൂടുമ്പോൾ കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് നമ്മുടെ പമ്പായിട്ട് ആക്ട് ചെയ്യും. ലെഫ്റ്റ് വെൻട്രിക്കുലർ ട്രൈ ചെയ്യും മോർ ബ്ലഡ് ടു പമ്പ് ടു അയോർട്ട. കണ്ടീഷന് വേണ്ടി കൂടുതൽ വോളിയം അതിനകത്ത് ഫില്ലാവണം. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫില്ലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കുലർ ഡയലേറ്റ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെയാണ് ബ്ലഡ് അതിനകത്ത് ഫില്ല് ചെയ്യും. പിന്നെ തിരിച്ച് നോർമൽ സ്റ്റേജിലോട്ട് വരാൻ പറ്റാത്ത ലെവലിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രം വലുതാവും. അതിന് ഹൈപ്പർട്രോഫി എന്നാണ്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഓക്കെ, തിരിച്ചു വരാൻ പറ്റാത്ത എലാസ്റ്റിസിറ്റി, റിക്കോയിലിംഗ് നടക്കാത്ത രീതിയിൽ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അതിൻ്റെ നോർമൽ സൈസിലോട്ട് വരാൻ പറ്റില്ല. ആ കണ്ടീഷനാണ് നമ്മൾ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഇൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ആൻഡ് സിവിയർ കേസസ് ഇറ്റ് മേ ലീഡ്സ് ടു ഹാർട്ട് ഫെയിലിയർ. പമ്പിങ് ആക്ഷൻ വളരെ കുറഞ്ഞ് അണേബിൾ ടു പമ്പ് സഫിഷ്യൻറ്റ് ബ്ലഡ് ടു ദി പെരിഫറൽ റീജിയൻ, അതിനാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബ്രെയിനകത്തുള്ള വാസ്കുലർ ഡിസീസസ് ഉണ്ടാക്കും. സെറിബ്രൽ സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നതാണ്. സെറിബ്രൽ വാസ്കുലർ ഡിസീസസ്, സ്ട്രോക്ക്. പിന്നെ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, ത്രോംബോളിസം, എംബോളിസം അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ റെറ്റിനൽ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ദീസ് ആർ ദ മേജർ കോംപ്ലിക്കേഷൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ. ദെൻ കമ്മിങ് ടു ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ലൈഫ് സ്റ്റൈൽ മെഷേഴ്സാണ് നമ്മൾ നോർമലി അത് ചെയ്യേണ്ടത്. അതായത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് കണ്ടീഷൻസ്, പ്രീ ഹൈപ്പർടെൻസീവ് ആണോ ഇതിലോ അല്ലെങ്കിൽ നോർമൽ ആൾക്കോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നമ്മൾ പറയുന്ന പേരാണ് ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ആ കണ്ടീഷൻ നമ്മൾ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ മെഷേഴ്സിന് പറയുന്ന പേരാണ് ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഡാഷ് എന്ന് പറയും, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മേജർ തിങ് ഈസ് ഞാൻ പറഞ്ഞു വെയിറ്റ് റിഡക്ഷൻ ഇമ്പോർട്ടൻ്റാണ്. ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു ഒബേസ് ആയ ഒരു വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇൻക്ലൂഡ് ഫുഡ് ദാറ്റ് കണ്ടെയ്ൻ മോർ പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം. ഓക്കെ, പൊട്ടാസ്യം കാൽഷ്യം ഉള്ള ഫുഡ് പരമാവധി ഇൻക്ലൂഡ് ചെയ്യുക, ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഡയറ്ററി സോഡിയം റെഡ്യൂസ് ചെയ്യുക, ഇൻക്രീസ് ദ ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് റെസ്ട്രിക്ട് ദ ആൽക്കഹോൾ കൺസംഷൻ. ഇതൊക്കെയാണ് ലിമിറ്റ് ദി ആൽക്കഹോൾ കൺസംഷൻ.
engage regular aerobic physical activities, okay, physical exercise between 45 to 30 to 45 minutes എപ്പോഴും അതാണ് ചെയ്തത്. നോർമലി ബ്രിസ്ക് വാക്കിംഗ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ് ലിഫ്റ്റിങ്ങിനേക്കാളൊക്കെ നല്ലത് ബ്രിസ്ക് വാക്കിംഗ് ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 30 to 45 minutes പെർ ഡേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഇൻക്ലൂഡ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ യുവർ ഡയറ്റ്. ഓക്കെ, then reduce the intake of total and saturated fats. Saturated fat എന്ന് പറഞ്ഞാൽ ഈ കോക്കനട്ട് ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കുക പരമാവധി. നമ്മൾ നോർമലി ഒലിവ് ഓയിൽ അങ്ങനെയുള്ള പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുള്ള കൂടുതൽ കഴിക്കുക, ഒലീക് ആസിഡ്. ദെൻ what we called this arachidonic acid, then linoleic acid, linolenic acid അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അതൊക്കെ സാധനങ്ങൾ നമ്മൾ നോർമലി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് പ്രീ ഹൈപ്പർടെൻസീവ് സ്റ്റേജിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേജ് 1 and 2 ആയി കഴിഞ്ഞാൽ, സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ ആയാലും സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ ആയാലും should go for this drug therapy or pharmacological therapy. നോർമലി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്, നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ഫാർമക്കോളജി പഠിച്ചിട്ടുണ്ടാവും. These drugs are there: these diuretics, adrenergic inhibitors, beta adrenergic blockers, AC inhibitors, calcium channel blockers, അങ്ങനെയുള്ള കുറേ ഡ്രഗ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഡയോട്ടിക്സിന് എക്സാമ്പിൾസ് അഡ്രിനർജിക് ഇൻഹിബിറ്റേഴ്സ്, ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്, എ സി ഇൻഹിബിറ്റേഴ്സ് അങ്ങനെയുള്ള ഡ്രഗ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കേട്ടിട്ടുണ്ടാകും അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ, ട്രീറ്റ്മെൻറ്റ് മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രീ ഹൈപ്പർടെൻസീവ് സ്റ്റേജ് ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമുക്ക് നോക്കാം. എന്നിട്ട് ബി പി സ്പിഗ്മോ മാനോമീറ്റർ എന്നുള്ള ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നത് ബി പി മെഷർ ചെയ്യാൻ വേണ്ടി അല്ലേ. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 140/90 ആണെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ദിസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ദാറ്റ് ഇസ് എക്സസൈസ് ആൻഡ് ഡയറ്റിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇഫ് ബി പി ഈസ് ഗ്രേറ്റർ ദാൻ 140/90 in normal or greater than 130/80 in diabetes or chronic kidney diseases, we should go for initial drug treatment. Okay, 140 താഴെ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് 140 താഴെയും ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് 130/80 താഴെയാണെങ്കിൽ നമുക്ക് ദിസ് മോഡിഫിക്കേഷൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇഫ് ദ പേഷ്യൻ്റ് ഈസ് having more than 140/90 mmHg or 130/80 in the case of diabetes or kidney disorder, we should go for drug choice. Okay, drug choice നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ രണ്ട് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആണ് നമ്മൾ വരുന്നത്. ദ പേഷ്യൻ്റ് വിത്തൗട്ട് എനി കമ്പലിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, ഓക്കെ, ഓർ പേഷ്യൻ്റ് വിത്ത് കമ്പലിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. കമ്പലിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോമോർബിഡ് കണ്ടീഷനുള്ള പേഷ്യൻ്റ്, ഹൈപ്പർ ടെൻഷൻ മാത്രമല്ല, ചിലർക്ക് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും വരാം, ഓർ ഹൈപ്പർ ടെൻഷൻ വിത്ത് ദിസ് ഹാർട്ട് ഡിസീസ് വരാം, ഹൈപ്പർ ടെൻഷൻ വിത്ത് റീനൽ ഡിസോർഡേഴ്സ് വരാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ വേറെ കാറ്റഗറി വരും. അതാണ് ഹൈപ്പർ ടെൻഷൻ വിത്ത് കമ്പലിംഗ് ഇൻഡിക്കേഷൻസ് ഓർ വിത്തൗട്ട് എനി കോമോർബിഡിറ്റീസ്, അതായത് വേറെ ഡിസോർഡേഴ്സ് ഒന്നും ഇല്ലാത്തവർ, ഹൈപ്പർ ടെൻഷൻ മാത്രമുള്ളവരാണെങ്കിൽ നമ്മൾ വിത്തൗട്ട് കമ്പലിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് വിത്തൗട്ട് കമ്പലിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2. സ്റ്റേജ് 1 ആണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ മോണോതെറാപ്പി, ദാറ്റ് ഈസ് അതിൻ്റെ ഏതാ ലെവലൊക്കെ നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഈസ് എസ് ബി പി ഷുഡ് ബി, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഷുഡ് ബി ബിറ്റ്വീൻ 140 to 159, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഷുഡ് ബി ബിറ്റ്വീൻ 90 to 99. അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ, യു ക്യാൻ ഗോ ഫോർ എ മോണോതെറാപ്പി, ദാറ്റ് ഈസ് ഐദർ thiazide diuretics or AC inhibitors, angiotensin receptor blocker, beta blockers or calcium channel blockers. ഏതെങ്കിലും ഒരു ഡ്രഗ് കൊടുക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ സ്റ്റേജ് 1 വരുന്നതെങ്കിൽ വിത്ത് ദിസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് നമുക്ക് ഫോളോ ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റേജ് 2 ആണെങ്കിൽ ദാറ്റ് ഈസ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഗ്രേറ്റർ ദാൻ 160/100. ഓക്കെ, 160/100 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 160/100. ഓക്കെ, ആ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ തെറാപ്പിയാണ് നോർമലി പോകുന്നത്. ഐദർ തൈസൈഡ് പ്ലസ് ആസ് ACE or ARB
or beta blocker or calcium channel blockers. That is depends on patient's condition. ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ തെറാപ്പി നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ. Then with compelling disorder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ patient may have either diabetes or this what we call this any heart CAD, that is coronary artery diseases ഏതെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ റീനൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ തെറാപ്പിയാണ് നോർമലി പോകുന്നത്. നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബീറ്റ ബ്ലോക്കർ പ്ലസ് ACE ഇൻഹിബിറ്റേഴ്സ് ഇൻ ദ കേസ് ഓഫ് ഡയബറ്റീസ്. ഓക്കെ. ഓർ this is in myocardial infarction or CAD, coronary artery disease ആണെങ്കിൽ മോസ്റ്റ് പ്രിഫേർഡ് ഡ്രഗ് ഈസ് ബീറ്റ ബ്ലോക്കർ. ഓക്കെ. പരമാവധി നമ്മുടെ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കുക, അതിനാണ് നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ കിഡ്നി ഡിസോർഡർ ആണെങ്കിൽ ബെറ്റർ ഡ്രഗ് ACE ഇൻഹിബിറ്റേഴ്സ് ആണ്. ഓക്കെ. ദാറ്റ് ഈസ് what we call angiotensin converting enzyme inhibitors. ഓക്കെ അല്ലേ? ACE ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയും ആണ് നമ്മുടെ ഡ്രഗ് തെറാപ്പി. എന്നിട്ട് വി ഹാവ് ടു മോണിറ്റർ ദ BP, റെഗുലർ മോണിറ്റർ വേണം. എന്നിട്ട് ഒപ്റ്റിമൈസ് ദ ഡോസേജ് ആൻഡ് ഇഫ് നീഡ് അഡീഷണൽ ഇൻ്റർവെൻഷൻ. ഇനി ഡ്രഗ് കൂട്ടുക എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഡിപ്പെൻസ് ഓൺ ദി റെഗുലർ മോണിറ്ററിങ് ഓഫ് ദി BP. ഇങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി പോകുന്നത്. ഓക്കെ. ഇത്രയേ ഉള്ളൂ ഹൈപ്പർ ടെൻഷൻ. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, വളരെ എളുപ്പമാണ്. ഓക്കെ. താങ്ക് യു.